ഹലോ, എനിക്ക് നിങ്ങളുടെ ചക്കരയും പഞ്ചാരയും ഒന്നും വേണ്ട. ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അതെന്നാ? എനിക്ക് താല്പര്യമില്ല നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. എന്റെ പൊന്നെ, നീ അങ്ങനെ പറയല്ലേ. ഓ, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിനക്ക് മേടിച്ചു തരും. നിനക്ക് എന്നെ വേണ്ട പറ. നിനക്ക് ഈഫൽ ടവർ വേണോ? വേണ്ട. താജ്മഹൽ വേണോ? വേണ്ട. കടലിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പല് വേണോ? പറ, നിനക്ക് ഞാൻ തരും. വേണ്ട. പിന്നെ എനിക്ക് ഒരു 350 രൂപ റീചാർജ് ചെയ്ത് തരൂ. അത് നടക്കൂല. ആകെ ഉണ്ടായിരുന്ന പൈസ ഫോണിന്റെ കമ്പനിക്കാർ പിടിച്ചോണ്ട് പോയി. ഒരു 350 രൂപ റീചാർജ് ചെയ്യാൻ കയ്യിൽ കഴിവില്ലാത്തവനൊക്കെ പ്രേമിക്കാൻ നടക്കണം. അയ്യോ, എനിക്ക് താല്പര്യമില്ല. ബ്രേക്കപ്പ്. ഇട്ടേച്ച് പോകരുത്. എനിക്ക് വേണ്ട. അയ്യോ അയ്യോ, അവളെല്ലാം ഇട്ടേച്ച് പോയി. എനിക്കിനി ജീവിക്കണ്ട. ഇന്ന് ഞാൻ മരിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ കെട്ടി തൂക്കി മരിക്കും. എവിടെ കയറുവിടെ എന്റെ ദൈവമേ, പാലാണെങ്കിൽ മേളിൽ കെട്ടി തൂക്കിയിട്ടേക്കാം. ഇന്ന് ഞരമ്പ് മുറിക്കാൻ ഞരമ്പ് ഫ്രിഡ്ജിന്റെ മേളില കത്തി കയറ്റി വെച്ചാണ്. എന്നാ പിന്നെ ഫ്രിഡ്ജ് തുറന്ന് അതിന്റെ അകത്ത് കയറിയിരുന്നാലോ? ഏട്ടാ, രാവിലെ അവര് ബ്രോയിലർ കോഴിയാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പൊരിക്കും. എന്റെ മരണത്തിന് സപ്പോർട്ട് ചെയ്യണം. യാതൊന്നും ഇവിടെ ഇല്ലല്ലോ കഴിവ്. എനിക്കിത് ജീവിക്കട്ട. അയ്യോ, എന്താ കരയണ? എന്തിനാ കരയണേ? ആര് കളിച്ചു? ചേട്ടാ ഇപ്പൊ കരഞ്ഞല്ലോ. ഞാൻ കളിച്ചില്ലല്ലോ. കണ്ണൊക്കെ ചുവന്ന വെള്ളമൊക്കെ വരുന്നുണ്ടല്ലോ. ഇല്ലെന്ന്. കരഞ്ഞില്ലേ? കരയണ എന്തോട്ട്? എന്താ പ്രശ്നം? ഒരു നിമിഷം പോലെ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലടി. ചേട്ടാ, അതിനാണോ ഇങ്ങനെ വിഷമിച്ചേ? ഞാൻ PTA മീറ്റിങ്ങിന് പോയതല്ലേ, പെട്ടെന്ന് നിങ്ങൾ വന്നില്ലേ? ചേട്ടാ, നമ്മുടെ മോന്റെ കൂടെ മാത്രമേ അച്ഛനും അമ്മയും കൂടെ പോവാതുള്ളൂ. അപ്പൊ നിനക്ക് അച്ഛനെ കൂട്ടിക്കൂട്ടി പോകാൻ വേണ്ടല്ലേ? നിങ്ങളല്ലേ അച്ഛൻ? ടീച്ചർ പ്രത്യേകം പറഞ്ഞേ അടുത്ത PTA മീറ്റിങ്ങിന് അച്ഛനും അമ്മയും ഒന്നിച്ച് വേണം ചെല്ലാനെന്ന്. ഗീത ടീച്ചറാണോ പറഞ്ഞേ? അല്ല, ശശാങ്കരൻ ചേട്ടൻ. എന്നാ പിന്നെ നീ പോയാതെ എനിക്ക് പറ്റില്ല. എന്തുവാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണത്? എടി, അച്ഛൻ പോയിട്ട് കാര്യമൊന്നുമില്ല അവിടെ. പിന്നെ ആര് പോവും? എടി, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞപ്പോ എനിക്ക് അച്ഛനേ ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ. വേറൊരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞായിരുന്നു. നമ്മുടെ മോനെ ക്ലാസ്സിൽ ഫസ്റ്റാ. അവൻ മാത്രമേ ഉള്ളൂ ആ ക്ലാസ്സില്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാത്തതാണ്. തലവേദന എടുത്തിട്ട് പോകണം. അയ്യോ അയ്യോ, വയറ് കയറി പിടിക്കണ എന്തിനാ? എന്റെ വയറിന്റെ അറ്റത്തല്ലേ തല. ഒരാൾക്ക് തലവേദന ഒരു പിന്നെ സ്ഥലത്ത് മാത്രം പൊത്തി പിടിക്കാനൊന്നും എവിടെയെങ്കിലും പറഞ്ഞോ? അയ്യോ ചേട്ടാ, നിങ്ങൾക്ക് എന്തോ പ്രശ്നം? എന്റെ തലവേദന എടുത്തിട്ട് എനിക്ക് കട്ടൻ ചായ വെട്ടിപ്പൊടിച്ചിട്ട് പോകണം. ഒരു ഗ്ലാസ് തേങ്ങ കൊണ്ടുത്താ. തേയില കൊണ്ടുതരാനോ? ഒരു ഗ്ലാസ് ചായ കൊണ്ടു തരാവോ? ചായ വേണോ? അത്രല്ലേ ഉള്ളൂ. ചായ കൊണ്ടു തരും. എന്ത് മനുഷ്യനായത്? എന്റെ ദൈവമേ, പോയ പോക്ക് കണ്ടു. അവളായിട്ടെങ്ങ് ലൈനാന്ന് ഇവളങ്ങ് അറിഞ്ഞ ആ കൊണ്ടുവരുന്ന ചായക്കപ്പിൽ എന്നെ ടീ ബാഗ് പോലെ ഇട്ട് മുക്കി 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 ഉറപ്പാ. എന്നാലും അവളെന്നെ ഇട്ടേച്ചു പോയില്ലേ? ആരിട്ടേച്ചു പോയി ഏട്ടാ? നീ ചായ വച്ചിട്ട് പോവരുത്, ഇവിടെ ഇരിക്ക്. അത് ഞാൻ ഇരിക്കുമല്ലോ. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ നമ്മുടെ ബാബുന്റെ ഭാര്യ ഇല്ലേ? ബാബുന്റെ ഭാര്യയില്ലേ? അതല്ലെന്നേ, ബാബുന്റെ ഭാര്യ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കര കരച്ചില് കേട്ടാ. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലേ? ബാബുന്റെ ഭാര്യനെ അറിയോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? പിന്നെ കരഞ്ഞു പറഞ്ഞ ചേട്ടാ, അതല്ലെന്ന്, ബാബുന് വേറൊരു പെണ്ണുമായിട്ട് അഫയർ. വൃത്തികെട്ടവൻ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഒരു കല്യാണം കഴിച്ച് ഭാര്യയുള്ള ആൾക്കാര് അടുത്ത പെണ്ണുള്ള പിന്നെ പോണോ? ചേട്ടൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ഞാനാണെങ്കിൽ ചെയ്യില്ല. അഥവാ ചെയ്ത അപ്പ ഞാൻ എടുത്ത് കിണറ്റിലിടും. ആവശ്യമുണ്ടോ? പിന്നെ ഒരു ചരുവം വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് മുക്കി പിടിച്ചാ പോലെ ചേട്ടാ. എന്തോ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? അതെ. എനിക്ക് എന്തുവാ ഗിഫ്റ്റ് മേടിച്ചു വെച്ചിരിക്കണേ? നിനക്ക് ലവക്ക് മേടിച്ചേക്കട ചോക്ലേറ്റ് അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കേറ്റ്. ലവർക്ക് മേടിച്ചേക്കട ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, അത് നീ എടുത്ത് തിന്നോ. നീ അല്ല എന്റെ ലവർ. ആണ്. പിന്നല്ലാണ്ട്. ആ, പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്കും കൂടെ ഡൗട്ട് അടിച്ച്. എടി, ഞാൻ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടെ, എന്നോട് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. ടെൻഡൻസി ഇല്ലാണ്ടല്ല, പൊക്കക്കുറവല്ലേ. നേരെ നോക്കുമ്പോ മുട്ടുകാലിമല്ലേ നോട്ടെത്തുള്ളൂ, അതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ നോക്കൂല? അങ്ങനെ നോക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോ അവിടെ പിണങ്ങല്ലേ. ചേട്ടാ, വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നെയല്ലേ? ഞാൻ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം അങ്ങോട്ട് പറയട്ടെ. നിങ്ങളുടെ കൂട്ടുകാരനില്ലേ ആൽവി, അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. എന്റെ ദൈവമേ, ഇവിടെ തലമണ്ട പൊളിഞ്ഞിരിക്കാം. അതിന്റെ ഇടയ്ക്ക് അടുത്ത ഭ്രാന്ത കയറി വന്നു. ഒന്ന് ചുമ്മാ ഇരുന്നേ, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876.
കൊല്ലാൻ വേണ്ടി വന്നാണോ? ഞാനിവിടെ വർത്താനം പറഞ്ഞിട്ട് ഒച്ച പുറത്തേക്ക് വരാത്ത? വർത്താനം പറഞ്ഞല്ല, പിന്നെ ചൂയിങ്ങ വെച്ചതാ. 5 കൊല്ലം മുമ്പ് അവൻ ഗൾഫിൽ പോയപ്പോ എന്നോട് ചോദിച്ചു, ചേട്ടാ ചേട്ടന് എന്നാ വേണ്ടതെന്ന്. ഒരു നിസാര സാധനം പറഞ്ഞിട്ട് ഇന്നേ വരെ കൊണ്ടു തന്നാണെന്ന് അറിയാമോ? ഞാൻ എങ്ങനെ ചേച്ചി ഒട്ടകത്തിന്റെ കുഞ്ഞിനെയൊക്കെ ബാഗിലിട്ടോണ്ട് വന്നത്? ഒട്ടക കുഞ്ഞിനെയൊക്കെ ഇനി ഒരു ഒട്ടകം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്നാ ഗമയെന്നറിയാമോ? എന്ത് ഗമ? കൊച്ചിനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി നമുക്ക് ഒട്ടകത്തിൽ പോവാം, റേഷൻ കടയിൽ മണ്ണെണ്ണ മേടിക്കാൻ പോവാം. പിന്നെ ഈ ഒട്ടകം ടൗണിൽ കട പോകുമ്പോ എന്നെ ഗമയെന്നറിയാമോ? അത് നിനക്ക് അറിയാൻ പാടില്ലാട്ടാ. ഈ ചേട്ടന്റെ ഓരോരോ തമാശകൾ നീ അതൊന്നും കാര്യാക്കണ്ട. അല്ലെ ആരെയാളെ മൈൻഡ് ചെയ്ത്? എടാ ഈ സ്വർണ്ണമൊക്കെ ഇട്ടാലേ ചൊറിയോ? പിന്നെ നമ്മൾ സ്വർണ്ണം ഇട്ടാ ചില നാട്ടുകാർ ഏപ്രാച്ചികൾക്ക് ചൊറിയും. 2 വർഷമായില്ലേ നിന്റെ ഒരു വിവരം ഇല്ലായിരുന്നല്ലോ ഗൾഫിൽ പോയിട്ട്? ഞാൻ അങ്ങ് പേർഷ്യയിൽ നീറി ജീവിക്കുമായിരുന്നു ചേച്ചി. അതിന് ഒട്ടകം കാലേ കയറി ചവിട്ടിയോ? ഇവിടെ മറുനീണ്ടി അതാണോ പറഞ്ഞത്? പിന്നെ ഗ്രഹാതുരത്വം വേട്ടയാടുന്നു. അവിടെ ഫോറസ്റ്റുകാരൊന്നുമില്ലേ എന്നെ എടുക്കാനായിട്ട്? ഗ്രഹനാഥനെ വേട്ടയാടി എന്ന് പറഞ്ഞു. അയ്യോ, ഗ്രഹനാഥനെ വേട്ടയാണെന്നാണോ പറഞ്ഞത്? ഗ്രഹാതുരത്വം മിസ് ചെയ്യുന്നു, നാട് മിസ് ചെയ്യുന്നു, വീട് മിസ് ചെയ്യുന്നു, ചോറ് മിസ് ചെയ്യുന്നു, നമ്മുടെ പാടം മിസ് ചെയ്യുന്നു. അങ്ങനെ മിസ്സിങ്ങോട് മിസ്സിങ്. ഇതിന്റെ ഇടയ്ക്ക് അവൻ എങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോകണ്ട? ആരേരി പറയണേ? മെസ്സി. ഇയാളെ കൊല്ലട്ടെ. ഇവിടെ മെസ്സി എന്നാണോടോ പറയുന്നത്? മിസ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. ആണോ? ആ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള്, എന്റെ കൂടെ കോളേജിൽ പഠിച്ച പെണ്ണുങ്ങള്, ട്യൂഷൻ ക്ലാസ്സിൽ പോണ പെണ്ണുങ്ങള്, ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന പെണ്ണുങ്ങള്, പള്ളിപ്പെരുന്നാളിന് വന്ന പെണ്ണുങ്ങള്, എല്ലാവരെയും മിസ് ചെയ്യുക. സ്വന്തം തന്തേനെയും തള്ളേനെ ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവരെ എല്ലാ ദിവസവും നമ്മൾ വിളിക്കുന്നുണ്ട്, പിന്നെ അവരെ മിസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നീ നോക്കി പെണ്ണുങ്ങളും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണ്ട, അപ്പൊ അതങ്ങോട്ട് ടാലിയായി, കുഴപ്പമില്ലല്ലോ. പ്രധാനമായിട്ട് ഞാൻ വരാൻ വേറൊരു കാര്യമുണ്ട്. 5 വർഷം മുമ്പ് ചേച്ചി എനിക്ക് ഉണ്ടാക്കി തന്ന പുട്ടും കടലയും ഇപ്പോഴും അതിന്റെ രുചി നാക്കി നിൽക്കുക. 5 വർഷമായിട്ട് പല്ലുതേപ്പില്ല, നാക്കുപടിക്കലില്ല, കടകട്ട കാല മീശമാർജര. അതിന്റെ രുചി ഇപ്പോഴും മനസ്സിലുണ്ടെന്ന്. അതിന് അതൊക്കെ കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ വന്നത്. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒരേ നിർബന്ധം, ഞാൻ പുറന്നിറങ്ങി നിൽക്കുവാണെങ്കിൽ ഞാനൊരു കല്യാണം കഴിക്കണമെന്ന്. അത് ഞാനും അങ്ങോട്ട് നിന്നോട് പറയാനിരിക്കുവായിരുന്നു. നിനക്ക് കല്യാണ പ്രായമൊക്കെ ആയി. ആയിടി ഒരു സപ്പോർട്ടുകാരി. അവന് കല്യാണ പ്രായമെങ്കിൽ അവൻ കല്യാണം കഴിച്ചോളും. അതിന് നീ സപ്പോർട്ട് ചെയ്യണ്ട. അത് ആരാ കുരുതി കൊടുക്കാൻ പോണേ? അല്ല കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. ചേച്ചിനെ പോലെ ഒരു പെണ്ണ് വേണമെന്നാ എനിക്ക് ആഗ്രഹം. ചേച്ചിയുടെ അത്ര മുടി, ചേച്ചിയുടെ അത്ര ഹൈറ്റും, ചേച്ചിയുടെ ചിരിയും. ഞങ്ങൾ ഇവിടെ കയറി വരുമ്പോ ചേച്ചിയുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതുപോലെ ഒരാളാണ്. അപ്പൊ മൊത്തത്തില് ചേട്ടനാണ് ഒരു അധികപ്പറ്റ്. അങ്ങനെ ചിന്തിക്കരുത്. ചേച്ചിനെ എപ്പോ കാണുമ്പോഴും എനിക്ക് അത് തോന്നും. എന്റെ അമ്മേ, മറ്റേ സാധനമുണ്ടല്ലോ ചേട്ടാ, 5 വർഷം മുമ്പ് എനിക്ക് തോന്നിയായിരുന്നു ചേട്ടാ. ചേട്ടാ ഇപ്പോഴും തോന്നുന്നുണ്ട് ചേട്ടാ. നാക്കി കിടപ്പുണ്ട്, നാക്കിന്റെ തുമ്പത്തിന്റെ ഒരു സാധാരണ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഐറ്റം തോന്നി. ബഹുമാനം ഇടി കടന്നു ഊഞ്ഞാലാടി പോയിട്ടാ 5 മിനിറ്റ് കൊണ്ട്. ഒന്നും പറ്റിയാൻ പറഞ്ഞിരുന്നു, സമയം പറഞ്ഞില്ല. പുട്ടും കടല എടുത്തോ. 4 മുട്ടയും കൂടെ. പുട്ടും കടല് ഇതന്നെ ഹോട്ടൽ ശരവണ ഭവനാ? നീ കേറി വരുമ്പത്തേക്ക് പുട്ടും കടല പുടുക്കി തരാനായിട്ട്. നിനക്ക് പുട്ടുമില്ല കടലയില്ല അവിടെ. ഞാൻ പോവാ ചേച്ചി, ഞാൻ പോവാ. ചായ കുടിക്കണേ കുഴപ്പമില്ലല്ലോ. ചായ കുടിക്ക. ഒരു മിനിറ്റ്. ഞാൻ പോവാ. സോറി. എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ നീ ചുമ്മാ ഇരിയടാ, അത് ചേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ. നീ എന്നാ കൊച്ചിനെ ചെയ്ത പറയണ? ഞാനല്ല, നിങ്ങളല്ലേ പറഞ്ഞത് പുട്ടും കടല ഒന്നും കൊടുക്കണ്ട, ഇവനെ ഇറക്കി വിടാൻ. ആരും പറഞ്ഞു പുട്ടും കടല കൊടുക്കണത്? നിങ്ങളല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത്. ആർക്ക്? ഇവന് പുട്ടും കടല കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആൽവി, എന്തടാ നീ ഇത് ഇത്ര നാളെ എവിടെയായിരുന്നു? ഇങ്ങനെയൊക്കെ ഒന്നുമല്ല, ഒന്നും പറയണ്ട. നമ്മുടെ വർക്ക് സൈറ്റിൽ ഒരു ചെറിയ പ്രോബ്ലം. അവള് സോറി പറഞ്ഞ ഇപ്പൊ അതൊക്കെ തീർന്നു. അല്ല സോറി അവൾക്കും പറയാം അവനും പറയാലോ. അല്ല നിങ്ങളിപ്പോ ആരാ സോറി? നിനക്ക് പറയണോ സോറി? ഒരു സോറി പറഞ്ഞേ. സോറി നിനക്ക് പറയണോ? ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു സോറി. സോറി. ഇത്രേ ഉള്ളൂ. വലിയ പ്രശ്നമുള്ള കേസുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 5 കൊല്ലം എങ്ങനെയാ ദുബായിൽ ജീവിച്ചെന്നറിയാമോ? 5 കൊല്ലത്തെ കേസൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു 10 കൊല്ലം വേണേ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. വയറ് നിറച്ച് പുട്ടും കടലയും താറാമുട്ടയും എല്ലാം കേറ്റിട്ടങ്ങ് വിളിക്കുന്നുണ്ടോ? കേറ്റിട്ടങ്ങ് പോയാൽ മതി. എൻജോയ് എൻജോയ് എൻജോയ്. അമ്പടി കള്ളിയേ, നീ എന്നെ തിരിച്ച് വിളിക്കൂന്ന് എനിക്ക് അറിയായിരുന്നു. അയ്യേടാ, ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയതുകൊണ്ടാ ഞാൻ വീണ്ടും സോറി എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് നിങ്ങൾ കുറെ പൊട്ട സാധനങ്ങളൊക്കെ മേടിച്ചതുണ്ടായില്ല പ്രേമിച്ചായിരുന്നപ്പാ, അതെല്ലാം ഞാൻ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല. ബ്രേക്കപ്പ്. അവിടുന്ന് ചേച്ചീനെ ഓർത്ത് മാത്രം മേടിച്ചോണ്ടോ നൈറ്റാണ്. ആണോ?
എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ചേച്ചി നല്ലൊരു സാരി ഉടുക്കണേ ഞാൻ ഇങ്ങനെ വരണം. ഈ കളർ എനിക്ക് നന്നായിട്ട് ചേരുമായിരിക്കും. സെലക്ഷൻ ഉണ്ടോ? പിന്നെ പിന്നെ അല്ലാണ്ട് നീ പൊളിച്ചടാ. എങ്ങനെയുണ്ട് ചേട്ടാ? എടാ ചൊവ്വാഴ്ചക്കാരൻ അണ്ണാച്ചി, ഇവിടെ തുണിക്കച്ചോടോ കൊറേ നേരായി ഞാൻ നോക്കണു. ഇതാദ്യം എടുത്തോണ്ട് പോടാ. പോയ എടുത്തോണ്ട്. ചേട്ടാ നിങ്ങൾക്ക് എന്താ ഏട്ടാ പ്രശ്നം? എന്തോ മുതുഭ്രാന്താ. ഒരു ഭ്രാന്തുമില്ല. ഫോൺ വന്നപ്പോ മുതലേ ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾക്ക് ഈ കോള് വരുന്ന സമയം മുതലേ ഈ പ്രശ്നം മൊത്തം. ഫോൺ ഇങ്ങോട്ട് എടുത്തേ. ആ ഫോൺ ഇങ്ങോട്ട് എടുക്കാൻ. ദേ ഉടുപ്പിനകത്ത് കയറ്റി വെച്ചാ ഞാൻ തല കുത്തി നിർത്തി എടുക്ക. ഞാൻ എടുക്ക. അയ്യോ 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 ഓരോ വിരലും അങ്ങ് വെക്കി. അയ്യോ തുറക്കുന്നില്ലടാ. മഹാ ഉടായ്പായതുകൊണ്ട് ആ കാലൊന്ന് വെച്ച് നോക്കിക്കേ. കാലൊന്ന് വെച്ച് നോക്കിയേ. ഫേസ് ലോക്ക് ആയിരിക്കും. ഫേസ് വെച്ച് നോക്കിക്കേ. കാണിക്കും മനുഷ്യ. തുറക്കുന്നില്ലേ? ഇനി വന്നേ. ആ മൂക്കാ ചേച്ചി ലോക്ക്. രാജലക്ഷ്മി അതിട്ട് വിളിക്കുക. അതിൽ കൊത്ത്. ഹലോ. അതെ, നിങ്ങൾ എന്നെ എപ്പോഴും കിടന്ന് ഇങ്ങോട്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലേ. ഞാൻ ബ്രേക്കപ്പ് എന്ന് പറയല്ലേ. പിന്നെ എന്നാ നാണം കെട്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ബ്രേക്കപ്പ് 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 കട്ട് ചെയ്തോ. ഹലോ എടി. ഇതാരത്? അതാ കോൺട്രാക്ടർ രാജൻ. കോൺട്രാക്ടർ രാജന് പെണ്ണിന്റെ സൗണ്ടാ? ആ ചേച്ചി ആയിരിക്കും. ഏത് ചേച്ചി? ആ പുള്ളിക്ക് സുഖമില്ലാണ്ട് എടുക്കാം. അവിടെ അത് അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ആയിരുന്നല്ലേ നല്ലല്ലോ. ചതിച്ചു. അങ്ങനെയല്ലേ അതിന്റെ എഴുതിയില്ലല്ലോ. ഞാനത് നമ്മുടെ ദുബായിലൊക്കെ ആണെങ്കിൽ ഓൺ സ്പോട്ടി കഴുത്തറക്കും. ഇവിടെ എങ്ങനെയാ പരിപാടി? അതെങ്ങനെയാ? ഞാൻ കൊല്ലും. ഞാൻ ഒരു കാര്യം പറയട്ടെ. രാവിലെ എന്നോട് എന്താ പറഞ്ഞേ? ഒരു ഭർത്താക്കന്മാരെ പോലെ ഞാൻ കാണിക്കത്തില്ല. ആരേത്? ആരെന്ന്? അത് രാജലക്ഷ്മി കുഞ്ഞമ്മ. കുഞ്ഞമ്മയോ? നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? രാജന്റെ ഭാര്യയെന്ന്. ഇപ്പൊ പറഞ്ഞ കുഞ്ഞമ്മയെന്ന്. പുള്ളിക്കാരുടെ പേരെങ്ങനെയാന്ന്? രാജലക്ഷ്മി കുഞ്ഞമ്മ. നിങ്ങൾ എന്നെ ചതിച്ചല്ലേ? അല്ല. എന്റെ ജീവിതം പോയി. നെഞ്ചത്തിടിക്കില്ലേ? നെഞ്ചത്തിടിക്കില്ലേ? ശരിയാ, എന്റെ നെഞ്ച് തകർത്ത് അയ്യോ എന്തിനാ ഞാൻ- അയ്യോ 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 അയ്യോ. ഇനിയേ കോടതി കാണാം. കാണിച്ചേരുന്നുണ്ട് ഞാൻ. ഞാൻ പോയേട്ടാ. നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചേട്ടൻ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റില്ല. ആർക്കായാലും പറ്റും. പോവാ. ക്ലൈമാക്സിനൊരു പഞ്ചില്ലാണ്ട് പോവാണോ? ഇത്രയും 3G ഇരിക്കുന്ന ചേട്ടൻ എന്തിനാ പഞ്ച്?